ഈ എടുപിടിന്നായിരുന്നല്ലേ കല്യാണമൊക്കെ? അതെങ്ങനെ സംഭവിച്ചു? സംഭവിച്ചു വരാനുള്ളത് വഴി തങ്ങില്ലല്ലോ ചേട്ടാ. ഞാൻ പാവം ജസ്റ്റ് വർക്ക് ചെയ്ത് തുടങ്ങിയതേ ഉള്ളൂ. അപ്പൊ ഞങ്ങൾ ഇതുപോലെ നേരത്തെ പറഞ്ഞില്ലേ പെയ്തൊഴിയാതെ അതിന്റെ സെറ്റിലാണ് പരിചയപ്പെടുന്നത്. അതിലാകെ 3-4 ദിവസമേ വർക്ക് ചെയ്തുള്ളൂ. ഈ 4 ദിവസം മതിയല്ലോ. പിന്നെ അങ്ങ് കമ്പനിയായി. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ ജസ്റ്റ് ഇൻഡസ്ട്രി കയറിയുള്ളൂ. ഷൂട്ടിങ് അതെ നമ്മളെ തിരുവനന്തപുരത്ത് തന്നെ പോങ്ങമൂട് വീട്ടില്. അപ്പൊ ഞാൻ പറഞ്ഞു ജസ്റ്റ് ഞാൻ വർക്ക് ചെയ്ത് തുടങ്ങിയേ ഉള്ളൂ, ഒരു 5 കൊല്ലമൊക്കെ കഴിഞ്ഞു, കാരണം 25 വയസ്സൊക്കെ ആകുമ്പോഴേ ഞാൻ കല്യാണം കഴിക്കാൻ ഉദ്ദേശിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ വെച്ചാൽ അന്ന് 28 ഇയേഴ്സ് ആയിരുന്നു. അപ്പം പറഞ്ഞു എന്നാ പിന്നെ 3 കൊല്ലം. അയ്യോ ഇല്ല, വീട്ടിൽ എനിക്ക് അമ്മ കല്യാണം ആലോചിക്കുന്നുണ്ട്, അപ്പോൾ ഇനി 5 കൊല്ലം എന്ന് പറഞ്ഞാൽ എൻ്റെ മൂക്കിൽ പല്ല് കിളക്കും എന്ന് പറഞ്ഞു. അങ്ങനെ പിറ്റത്തെ ആഴ്ച വീട്ടിൽ പോയി പറഞ്ഞു 5 കൊല്ലം 3 കൊല്ലം എന്ന് പറഞ്ഞിട്ട് പിറ്റത്തെ ആഴ്ച വീട്ടിൽ പോയി പറഞ്ഞു തീരുമാനമാക്കി തന്നു. എന്താണ് രശ്മിയിൽ കണ്ട ഒരു അട്രാക്ഷൻ? ബോംബെട്ടല്ലേ? അന്നൊക്കെ പാവത്തിന് നിഷ്കളങ്കിയായ ഒരു പെൺകുട്ടിയായിട്ട് തോന്നി കാണും. ജീവിതത്തിൽ വരുമ്പോഴല്ലേ ആദ്യമായിട്ട് സംസാരിച്ചു. കണ്ണൂർ സ്ലാങ് എനിക്ക് പൊതുവെ ഒരു കണ്ണൂർ ആ ഭാഗത്തുള്ള ഒരു ആൾക്കാരുടെ ഒരു ഭാഷയും അതൊക്കെ ഇഷ്ടമാണ്. ഈ പറയുന്ന പോലെ നമുക്ക് ഈ അല്ല ഈ പറയുന്ന പോലെ നമ്മൾ ഒരാളോട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തോന്നുന്ന ഒരു നമുക്കൊരു ഇഷ്ടമുണ്ടല്ലോ, നമുക്ക് നമ്മളെ ലൈഫിലോട്ട് നമുക്ക് എന്നുള്ളൊരു ചിന്ത വരുമല്ലോ. അങ്ങനെ എല്ലാവർക്കും ഉണ്ടാവുമല്ലോ. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എത്രയോ സ്ത്രീകളെ കാണുന്നു, അതിൽ ചിലപ്പം ഒരുപാട് പേരുമായിട്ട് സംസാരിക്കുന്നു, പക്ഷെ ചിലരുമായിട്ടായിരിക്കും നമ്മൾ ഏറ്റവും കൂടുതൽ മാനസികമായിട്ട് സ്പാർക്ക് ഉണ്ടാകുന്നത്. ആ സ്പാർക്കിൽ നിന്ന് തുടങ്ങിയിട്ട് പിന്നെ അത് ഡെവലപ്പായി ഒരു ഇഷ്ടത്തിലോട്ട് വന്നു. ഈ ഡെവലപ്പ് ആവാൻ വലിയ ചോദിച്ചായിരുന്നു പാടാമല്ലോ? ഇല്ല, പാട്ടൊന്നുമില്ല, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എനിക്ക് അറിയില്ലല്ലോ. അധികം സമയമൊന്നും തന്നില്ലെന്നേ, 4 മാസം കണ്ടേ പ്രേമിച്ചുള്ളൂ. 4 മാസം? പിന്നെ 4 മാസം അല്ല, പണ്ടെന്ന് പറഞ്ഞാൽ വാട്സാപ്പിൽ ഒന്നുമില്ല. അപ്പൊ വല്ലപ്പോഴും ഈ ഷൂട്ട് ലൊക്കേഷനിൽ പോകുമ്പോൾ കാണും, ഡബിങ്ങിന് പോകുമ്പോൾ കൂടും. അത് ശരിയാട്ടോ. കാരണം ഇപ്പൊ ഇതിനകത്ത് മിക്കവാറും കണ്ടോണ്ടിരിക്കുമ്പോഴത്തേക്ക് ഒരു 3 മാസം കൊണ്ട് തേച്ചിട്ടങ്ങ് പോകും. ഇത് 3 മാസം കൊണ്ട് നടന്നില്ലേ? സമയം തോന്നില്ല. അങ്ങനൊരു പോയിന്റ് ഉണ്ട്. മലയാളിത്തം നിറഞ്ഞ സിനിമകൾ അന്യമാകുന്നു എന്നൊരു തോന്നലുണ്ടോ? മലയാളികളെ അന്യമായിക്കൊണ്ടിരിക്കുന്നു. സിനിമയുടെ കാര്യം പറ. സത്യം പറഞ്ഞാൽ ഇപ്പം മലയാളികളുടെ കുട്ടികൾ എല്ലാം വെളിയിലാണ് പഠിക്കുന്നത്. എല്ലാവരും വെളിയിലല്ലേ? മലയാളം സംസാരിച്ച ഫൈൻ അടിക്കുന്നവരെ സ്കൂളില്ലേ? അതെ. പിന്നെ നമ്മൾ സിനിമയുടെ മണ്ടയ്ക്കോട്ട് കയറിയിട്ട് എന്തായാലും അപ്പൊ പിന്നെ നമുക്ക് സിനിമയെ മാത്രം പോയിന്റ് ചെയ്യണ്ട. ഇപ്പം കുട്ടികൾ എത്ര കുട്ടികളാണ്? 2 ആൺകുട്ടികളാണ്. 2 ആൺകുട്ടികൾ. മൂത്താള് ഡിഗ്രി 3rd ഇയർ കഴിഞ്ഞു, ഇപ്പൊ ജോലിയിൽ കയറി. ചെറിയ ആളിപ്പോ 12th. ഈ പ്രഭുദേവ തമിഴ് ചിത്രത്തിന്റെ ആ വിശേഷങ്ങൾ എന്തൊക്കെയാണ്? ഒരു തമിഴ് സിനിമയുടെ ഒരു ഷെഡ്യൂൾ കഴിഞ്ഞു. പ്രഭുദേവയുടെ കൂടെയുള്ള നല്ലൊരു ക്യാരക്ടറാണ്. അതിന്റെ ഫസ്റ്റ് ഷെഡ്യൂൾ കഴിഞ്ഞു. UK-ലായിരുന്നു. അതെ. അപ്പൊ ഇനി അതിന്റെ സെക്കൻഡ് ഷെഡ്യൂൾ ഉണ്ട്. എങ്ങനെയുണ്ട്? ഒരു എന്താണ് മൊഴിമാറ്റം വന്ന ഭാഷ മാറിയപ്പോഴത്തേക്ക്? എനിക്ക് സിനിമ ചെയ്യുന്ന ഏളിയൊക്കെ എനിക്ക് ഒരുപാട് തമിഴിൽ നിന്നും ഒക്കെ ഓഫേഴ്സ് വന്നിട്ടുണ്ടായിരുന്നു ആ സമയത്ത്. പക്ഷെ അന്നൊന്നും ഈ പറയുന്ന പോലെ വേറൊരു ഭാഷയിലേക്ക് പോയി ചെയ്യാനുള്ള ഒരു എന്തോ അറിയാവും, കേട്ടാ മനസ്സിലാവും. പക്ഷെ ഇപ്പൊ കുറച്ച് ഫ്ലുവന്റ് ആയി, കുറച്ച് മനസ്സിലാവുന്നു. അപ്പം അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി വന്നപ്പം ഒരു കൈ നോക്കിക്കളയാന്ന്. എന്താണ് അതിന്റെ ഒരു പ്രമേയം? ഒരു സസ്പെൻസ് ത്രില്ലർ സബ്ജക്റ്റ് ആണ്. എന്തായാലും ആ ചിത്രം ഒരു വൻ വിജയമായിട്ട് മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇതിനിടയിലേ സർജറി എന്തോ വന്നല്ലോ. ഈ സർജറി വന്നപ്പം എന്തോ ഒരു മരണക്കുറിപ്പൊക്കെ എഴുതി വെച്ചിട്ട് ഇങ്ങനെ ബൈ ബൈ എന്നൊക്കെ പറഞ്ഞിട്ട്. അത് അങ്ങനെയല്ല ചേട്ടാ, എനിക്ക് ഇതിനു മുന്നേ കുറെ ഹെൽത്ത് ഇഷ്യൂസും സർജറീസും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അന്നൊക്കെ ഞാൻ ഭയങ്കര സൂപ്പർ സ്ട്രോങ് ആയിരുന്നു. പക്ഷേ ഈ കഴിഞ്ഞ സർജറിയിൽ ഭയങ്കര ഇമോഷണലി ഭയങ്കര ഡൗൺ ആയിരുന്നു. അപ്പൊ ഈ പറയുന്ന പോലെ എന്തോ ഒരു തോട്ട് പോയാ തിരിച്ചു വരില്ല എന്നോ എന്തോ ആ സമയത്ത് മനസ്സിന്റെയാണ്. അപ്പൊ ഈ പറയുന്ന പോലെ ഞാൻ മൊബൈലില് കുറിപ്പെഴുതുന്നതൊന്നും ഇപ്പൊ ഇല്ലല്ലോ, ഫോണില് ഇതുപോലെ വീഡിയോ വെച്ചാനൊരു വീഡിയോ, പിള്ളേർക്ക് വേണ്ടി ഒരു വീഡിയോ, അച്ഛനും അമ്മ അവര് കേൾക്കുമ്പോൾ മിക്കവാറും വഴക്ക് പറയും. അച്ഛനും അമ്മയ്ക്ക് വേണ്ടി ഒരു വീഡിയോ 3 ചെയ്തു വെച്ചു. എന്റെ ഫോണിന്റെ പാസ്വേഡ് മൂത്ത മോന് പറഞ്ഞു കൊടുത്തു. അങ്ങനെ ലോക്കഡ് ആണല്ലോ നമ്മുടെ ഫോൺ. എങ്ങാനും എന്തെങ്കിലും സംഭവിച്ച മോൻ ഇത് എല്ലാവർക്കും അയച്ചു കൊടുക്കണം, അച്ഛനും കൊടുക്കണം. അച്ഛനകത്താവാൻ പാടില്ല. പക്ഷെ ഈ പറയുന്ന പോലെ സർജറി കഴിഞ്ഞ് ബോധം വന്നപ്പോ ആദ്യം ചോദിച്ചത് ഒന്ന് ഫോണ് തരുമോ, വേഗം ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. ഇനി അതെങ്ങാനും കണ്ടിട്ട് അതിന് വഴക്കിട്ടുണ്ടല്ലോ എന്ന് കരുതി.
അല്ല അതൊരു ഒരു ഫീലാണ് കേട്ടാ, പലർക്കും ഉള്ളൊരു. ചിലർക്ക് അങ്ങനെ മനസ്സിൽ അല്ല ഒരുപാട് പേർക്കുണ്ട്. അല്ല ഇതിനു മുന്നേ ഒരുപാട് ഞാൻ ഓപ്പറേഷൻ തിയേറ്ററിൽ പോയിട്ടുണ്ട്. അന്നൊക്കെ ഭയങ്കര സൂപ്പർ കൂളായിരുന്നു, അത്ര വലിയ പേടിയുള്ള കൂട്ടത്തിലല്ല. പക്ഷെ എന്താണെന്നറിയില്ല, ഈ എനിക്കൊന്നും ഒരു കോവിഡ് ഒക്കെ വന്നു പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഒരു കാര്യം ഓർത്തത്. ഈ സർജറി തിയേറ്ററിലേക്ക് കൊണ്ടുപോകുമ്പോൾ വീൽ ചെയറിലാണ് കൊണ്ടുപോയി. രശ്മിയുടെ ഒരു റിയാക്ഷൻ ഉണ്ടായിരുന്നു, ആറാറൊക്കെ കൊടുത്തിരുന്നെങ്കിൽ ഉണ്ടല്ലോ ആ വർഷത്തെ സ്റ്റേറ്റ് അവാർഡ്. അതല്ല പോകുന്നത് തിരിച്ച് കാണാൻ പറ്റൂല എന്നുള്ള വിശ്വാസത്തിലല്ലേ പോകുന്നത്. വീഡിയോ എടുത്ത് വെക്കാൻ പറ്റിയില്ല. അത് കഴിഞ്ഞിട്ട് തിരിച്ച് ICU വന്നപ്പോൾ റിയാക്ഷൻ എന്തായിരുന്നു? അത് കഴിഞ്ഞ് പോസ്റ്റ് ഓപ്പറേഷൻ വാർഡിലോട്ട് കൊണ്ടുവരുമല്ലോ. ഞാൻ നോക്കുമ്പോ ഒരാൾ ചിരിയോടെ തിരുമ്പി വന്നിട്ടാണെന്ന് പറയും. ഈ അനസ്തേഷ്യയുടെ ഒരു മൂഡിൽ മറ്റേ വേറെ ലെവലായിരുന്നു, കൊണ്ടാട്ടി ഊരിക്ക് പോയാച്ചെന്നുള്ള രീതിയിലായിരുന്നു. അതൊക്കെ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്. ആ ചിരി മൊത്തം ഞാൻ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്. ഭാഗ്യം വേറെ ഒന്നും ഞാൻ പറഞ്ഞില്ല. ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ ഇതുപോലെ ഈ മാനസികമായിട്ട്. കാരണം ഒരു ടെൻഷനാണ്, തട്ടിപ്പോകുമോ ഇല്ലേ, അതോ ഇനി എന്താണ് എന്നൊക്കെ ഉള്ള ഒരു. പക്ഷെ ചിലര് ഇങ്ങനെ ഞാൻ കേട്ടിട്ടില്ല, വീഡിയോ എടുത്ത് എല്ലാവർക്കും, അച്ഛനും അമ്മയ്ക്കും മോനും നാട്ടുകാർക്കും എല്ലാവർക്കും. സോ കൽക്കട്ട ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ ശരിയല്ല. അല്ല, കൽക്കട്ട എനിക്ക് പോകണം ആഗ്രഹമുള്ളൊരു സ്ഥലമാണ്. അതുകൊണ്ട് ഈ സിനിമ സ്റ്റാർട്ടിങ് സാധനം കൽക്കട്ടയാണെന്ന് എനിക്ക് ഷുവറാണ്. വേറെ എവിടെയൊക്കെ പോയിട്ടുണ്ട്? വിദേശ രാജ്യങ്ങൾ. വിദേശ രാജ്യങ്ങളിൽ എവിടെയൊക്കെയാ പോയിട്ടുണ്ട്? സ്റ്റാച്യു, പട്ടം, മരപ്പാലം. മരപ്പാലത്ത് പോയിട്ടുണ്ടല്ലേ? ലോകത്തിലൊരു കുഞ്ഞു പോലും മരപ്പാലത്ത് പോയി കാണുന്നു. മരപ്പാലത്തല്ലേ നമ്മൾ രജിസ്റ്റർ ചെയ്തത്? ആ, ശംഖുമുഖത്ത് മുളക് ബജി കഴിക്കാൻ കൊണ്ടുപോയത്. അല്ല ഒന്നുണ്ട് ചേട്ടാ, ലൈഫിലെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണ് നമുക്ക് സന്തോഷങ്ങൾ തരിക. ഇനിയിപ്പോ നിങ്ങളൊരു കാര്യം ചെയ്യും, യാത്രകൾ തുടങ്ങണം. പിള്ളേരൊക്കെ ഒരു കാര്യം നിൽക്കാൻ തുടങ്ങി. ഞങ്ങളുടെ തീരുമാനം ഏകദേശം അതൊക്കെ തന്നെയാണ്. കാരണം കോവിഡ് ഒരു കാര്യങ്ങൾ പഠിപ്പിച്ചു. അപ്പൊ നമുക്കിനി ഇതൊന്നും സമ്പാദിച്ചു വെച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. എൻജോയ് യുവർ സെൽഫ്, ബി ഹാപ്പി. എന്തായാലും 21 വർഷമായി, ഇനിയിപ്പം ഹാപ്പി ആയിട്ട് അവിടെ ഇവിടെയൊക്കെ കറങ്ങിയൊക്കെ നടക്കുക. അത്രേ എനിക്ക് പറയാനുള്ളൂ കേട്ടോ. അല്ല അത് തന്നെയാണ് ആക്ച്വലി പ്ലാനിങ് ഉള്ളത്.